പിന്നെ വലാ സൂറത്തലിൽ മഹ്മൂമി, മഹ്മൂമിന് സൂറത്ത് ഓല് സുന്നത്തില്ല. അല്ലതീ യസ്മഉൽ ഇമാമ, ഇമാമിൻ്റെ സൂറത്ത് കേൾക്കുന്ന ആള് ഫി ജഹരിയത്ത്, ജഹരിയത്തിലാണ്, അപ്പോഴല്ലേ ഇമാം അർക്കോത്, അപ്പോഴല്ലേ കേൾക്കുക. ബൽ യസ്തമിഉ, പിന്നെ ഇവനെന്ത് ചെയ്യണം, ഇമാമിൻ്റെ ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നല്ല, അതും ആലോചിക്കരുത്. ഇസ്തിമാഅ് സുന്നത്താണെന്ന് അർത്ഥം. ലിസിഹത്തി നഹീഹി അനിൽ ഖിറാഅത്തി ഖൽഫഹു മഅദൽ ഫാത്തിഹത്തി, ഹന്നം നെഹിയെ സഹിയായിട്ടുണ്ട്. നെഹീഹി എന്ന് പറഞ്ഞാൽ മൗമൂമിനെ വിലക്കിയിട്ടുണ്ട്. എന്തിനെ തൊട്ട്? അനിൽ ഖിറാഅത്തി ഖൽഫഹു, ഇമാമിൻ്റെ പിന്നിൽ ഓതുന്നതിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട്. എന്തോതുക? മഅദൽ ഫാത്തിഹത്ത, അല്ലെ മഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്ത വേറെ ഓതുക. ഫലാ തഫഅലു ഇല്ലാ ബി ഉമ്മിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ അല്ലാത്ത വേറെ ഓതരുത് എന്ന്. വമിൻ സമ്മ കുരിഹത്ത് ലഹു, അതുകൊണ്ട് തന്നെ ഈ നെഹി ഉള്ളതുകൊണ്ട്, സഹിയായ നെഹി ഉണ്ട് എന്നറിഞ്ഞല്ലോ. കുരിഹത്ത് സൂറത്തോ അതിൽ കറാഹത്താണ് ലഹു മഹ്മൂമിന്. ഏത് മഹ്മൂമു? ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കുമെങ്കിൽ. വഖീല തഹ്റുമു, അല്ല ഹറാമാന്ന് അഭിപ്രായമുണ്ട്. വഖ്തീറ, ഹറാമാന്നുള്ളത് ഇഖ്തിയാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന ആദാ ഗൈറഹു, ഈ ഒരു മഹ്മൂമ് അയാളപ്പുറപ്പുറമൊക്കെ മഹ്മൂമികൾ വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റൊരാളിനെ എന്ത് ഈദാവ് ചെയ്യും, പ്രയാസാക്കുമെങ്കിൽ ഹറാമാണ് എന്ന് ആദ്യം കീല തന്നെ ഹറാമാണ്, പിന്നെ ഇങ്ങനെ ഈദാവ് ഉണ്ടെങ്കിൽ അതാണ് മുഖ്താർ എന്ന് ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട്. ഫൈൻ ബഅുദ, അപ്പോൾ ബഈദാണെങ്കിലോ ആ മഹ്മൂമ് ബഈദാണ് ഇമാമിനെ തൊട്ട്, അങ്ങനെ ബഈദായി ബിയല്ലം യസ്മഅഹ, ബഈദായ കേൾക്കാതിരിക്കലുണ്ടാവില്ല. അതാ കേൾക്കാത്ത രീതിയിൽ ബഈദായി എന്ന്. അത് സാധാരണ ഇവന് വാവുകൊണ്ട് ഓതുമ്പോൾ, അല്ലെങ്കിൽ മൈക്ക് ചോദ്യം ആ ഭാഗത്തില്ല മൈക്ക്, അങ്ങനെ ആകാലോ. പിന്നെ ഔ സെമിയ സൗത്തൻ ലാ യുമയ്യിസു ഹുറൂഫഹു, അല്ലെ ഇവനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, അതിൻ്റെ അക്ഷരങ്ങൾ വ്യക്തമല്ല. അപ്പം അക്ഷരങ്ങൾ വ്യക്തമായി കേൾക്കുന്ന രീതിയിലുള്ള ഖിറാഅത്തെ എന്താണ് സമാഅി പരിഗണിക്കുള്ളൂ. വൈൻ ഖറുബ മിൻഹു, ആ മഹ്മൂമ് ഖരീബാണെങ്കിലും ശരി ഇമാമിനോട്, എന്താ ഇങ്ങനെ വ്യക്തമല്ലാത്തത് ഖരീബാവുമ്പോൾ ലി നഹവി സമമിൻ ബിഹി, ഈ മഹ്മൂമിൽ എന്താണ് പിന്നെ സമമുണ്ട്, ചെവികൾക്കായി ഉണ്ട്, അതുപോലത്തത് എന്നാ. അല്ലെങ്കിൽ അവിടെ എന്താണ് വേറെ ഒച്ചപ്പാടൊക്കെ ഉണ്ട്, എന്നാലും മതിയല്ലോ. പിന്നെ അങ്ങനെ ഖരീബാണെങ്കിലും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഇയാൾ ഈ തറാവിയിലൊക്കെ ചിലവർ ഓതല്ലോ, പടപടപടാന്ന് അക്ഷരമൊന്നും വേർതിരിയാത്ത രീതിയിൽ ഭയങ്കര ഓതലോതും. അപ്പം അത് മതിയാവില്ല. പിന്നെ കാനത്ത് സിരിയത്തന്നെ, അല്ലെങ്കിൽ നിസ്കാരം സിരിയത്താണ്, എന്നാൽ ഖറഅ ഫിൽ അസഹി, മഹ്മൂമും സ്വന്തം ഓതണം അസഹ അനുസരിച്ച്. അപ്പോൾ ഇവിടെ രണ്ടും അസഹയും താനിയ ഖിലാഫുണ്ട് എന്നർത്ഥം. സിരിയത്തിൽ ഓതണ്ടെന്ന് അഭിപ്രായമുണ്ട് അസഹിൻ്റെ താനി. ലി ഫഖദി സമാഇ അല്ലദി ഹുവ സബബുൻ നഹി, കാരണം സമാ ഇല്ലല്ലോ, ഇയാൾ ഓതണം എന്ന് പറയാൻ കാരണം സമാ ഇല്ല, കേൾക്കുന്നില്ല. അല്ലദി ആ സമാ ആണ്, ഹുവ അതാണ് സബബുൻ നഹി, ഈ മഹ്മൂമിനെ ഖിറാഅത്ത് സൂറത്ത് ഓതുന്നതിന് തൊട്ട് വിലക്കാൻ കാരണം. അതിപ്പോൾ ഇല്ലാഞ്ഞപ്പോൾ പിന്നെ ഓതണം അങ്ങനെ. ഖളിയത്തുൽ മത്നി ഇഅ്തിബാറുൽ മശ്റൂഇ, അപ്പോൾ ഇവിടെ പറഞ്ഞ മത്നിന്റെ ഖളിയ മശ്റൂഅ് പരിഗണിക്കണം എന്നാണ്. നോക്കാം വരാൻ. പിന്നെ അപ്പോ ഫൈൻ ബഅുദ ഔ കാനത്ത് സിരിയത്തൻ ഖറഅ ഫിൽ അസഹി എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഖളിയത്തുൽ മത്നി, മത്നിന്റെ ഖളിയ ഇഅ്തിബാറുൽ മശ്റൂഅ്, മശ്റൂഅ് പരിഗണിക്കണം. എന്തല്ല, ഇമാമിന്റെ ഫിഅലല്ല പരിഗണിക്കേണ്ടത്. കാരണം എന്താ, അവിടെ ജഹരിയത്ത് സിരിയത്ത് എന്നല്ലേ പറഞ്ഞേ. വലാ സൂറത്തലിൽ മഹ്മൂമി ഫൈൻ ബഅദ ഔകാനത്ത് സിരിയത്തൻ, സിരിയത്തിലാണ് ഓതണം എന്ന് പറഞ്ഞാൽ ഇമാം ഉറക്കാക്കിയാലും എന്നല്ലേ എൻ്റെ അർത്ഥം. അതെ, അപ്പൊ ഇമാമിന്റെ ഫിഅലല്ല പരിഗണിക്കുക.
മഷ്റൂആണ് പരിഗണിക്കുക. അപ്പൊ ഫയഖ്റഉ ഇമാം മഅ്മൂം ഓതണം സൂറത്ത് ഫി സിരിയത്തിൽ ഓതണം. ജഹറൽ ഇമാമു ജഹറാക്കി ഫിഹായില്. അപ്പൊ ളുഹറില് ഇമാം ഉറക്കം ഓതി, എന്നാലും മഅ്മൂം ഓതുന്നെ വേണ്ടി, അല്ലാതെ അത് കേൾക്കണ്ട. ലാ അക്സുഹു, അതിന്റെ അക്സല്ല. അതിന്റെ അക്സ് എന്ന് പറഞ്ഞാല് പിന്നെ ജഹരിയത്തിൽ പതുക്കെ ഓതി, മഗ്രിബിന് പതുക്കെ ഓതി. മഗ്രിബിന് പതുക്കെ ഓതിയാല് ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കൂലല്ലോ. അപ്പൊ കേൾക്കാത്തപ്പോ ഇയാൾ ഓതണം എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അത് ലാ അക്സുഹു. വസഹഹു ഫി ശറഹ് സഗീർ. ശറഹ് സഗീറില് അത് തസ്ഹീഹ് ചെയ്തിട്ടുണ്ട്. ലാക്കിനില്ലദീ ഫി റൗള, പക്ഷെ റൗളയിലുള്ളത് ഇഖ്തിലാഅൻ ഖളിയയായിട്ട്, അതിന്റെ മുക്തല, റൗളയിലുള്ളതിന്റെ മുക്തല എന്നർത്ഥം. വൽ മജ്മൂഇലുള്ളതും തസ്രീഹൻ സരീഹായിട്ട് തന്നെ ഇഅ്തിബാറു ഫിഇലിൽ ഇമാമി, ഇമാമിന്റെ ഫിഇലിനെ ഇഅ്തിബാർ ചെയ്യും എന്നാണ്. പിന്നെ ഇത് ആമീൻ പറയുന്നിടത്ത് ഇത് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ലാക്കിനിന്റെ ശേഷം പറഞ്ഞുകൊണ്ട് എന്താണ് ഇഅ്തിബാറു ഫിഇലിൽ ഇമാമാണ് പരിഗണിക്കുക എന്നാ വന്നത്. അപ്പോ സിരിയത്തിൽ ജഹറാക്കിയാൽ അത് കേട്ട് കിടന്നു വരും. പിന്നെ ഇനി വയുസന്നുലിൽ മുസല്ലിൽ ഹാദിർ വലോ ഇമാമൻ. ഹാദിർ എന്ന് പറഞ്ഞാൽ മുസാഫിർ അല്ലാത്ത ഇമാമ്, അയാള് ഇമാമാണെങ്കിലും ശരി, ലാക്കിൻ ബി ശുറൂത്തി സാബിഖത്തി ഫി ദുആഇൽ ഇഫ്തിതാഹി, അതായത് ഓരോ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് സുന്നത്തുള്ളത് എന്ന് പറയുന്നത്. അപ്പോ അതാ ഇമാമിനും ഈ പറയുന്ന സുബഹിക്കും ളുഹറിനൊക്കെ തിവാലുൽ മുഫസ്സൽ സുന്നത്തുണ്ട് എന്നാ പറയുന്നത്. അതിന് ഇമാമിന് അത് സുന്നത്താകണമെങ്കിൽ കൈതുണ്ട്. ദുആഉൽ ഇഫ്തിതാഹിന്റെ അവിടെ പറഞ്ഞ കൈതുണ്ട് എന്നാ, ഷർത്തുകളുണ്ട്. ദുആഉൽ ഇഫ്തിതാഹിന്റെ അവിടെ സിയാദത്തിന് പറഞ്ഞ ഷർത്താ. അവിടെ ദുആഉൽ ഇഫ്തിതാഹിൽ പിന്നെ വജ്ജഹത്തു അതാണ് ഔലാന്ന് കഴിഞ്ഞിട്ട് പിന്നെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താകണം, മഹസൂരിയങ്ങളായ ഇമാമായിരിക്കണം, എന്താണ് മത്രൂക്ക് അല്ലാത്ത വള്ളിയാകണം, അവരുടെ സമ്മതം വേണം, ഇടയിൽ താരിയാകരുത്, എന്ന പോലെ അവരുടെ അയിനോട് ഹക്ക് ബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഷർത്തോടു കൂടെ തന്നെ ഈ നീണ്ട സൂറത്ത് ഓതാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഇല്ലെങ്കിൽ ഖിസാറുൽ മുഫസ്സൽ തന്നെ ഇമാം ഓതേണ്ടത്, ഈ ഷർത്ത് ഏതെങ്കിലും ഇല്ലെങ്കിൽ. അപ്പൊ ഇപ്പൊ പൊതുവെ ഇമാമിങ്ങൾക്ക് എന്താണ് ഈ പറയുന്നതനുസരിച്ച് ഖിസാറേ ഓതാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ ഇമാം അദ്റായി എന്ത് ചെയ്തിട്ടുണ്ട്, ഖിലാഫ് പറഞ്ഞിട്ടുണ്ട്. ആ ഷർത്തുകളെ ഇവിടെ സൂറത്ത് ഓതുന്നതിൽ പരിഗണിക്കുന്നതില്, ദുആഉൽ ഇഫ്തിതാഹിൽ വർദ്ധിപ്പിക്കുന്നതിൽ അത് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പരിഗണിക്കണോ വേണ്ടെന്നുള്ളതിൽ ഖിലാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലിസ്സുബഹി, സുബഹിക്ക് സുന്നത്തുണ്ട്, വല്ലുഹരി ളുഹറിന് സുന്നത്തുണ്ട്, തിവാലുൽ മുഫസ്സലി ബിളമ്മിത്തായി, തുവാല് എന്നുണ്ട്, കസരിഹ തിവാല് എന്നുണ്ട്. യുസന്നുഹു കമാ ഫിർ റൗളത്തി വാസിലിഹ വഗൈരിഹിമാ നഖ്സുൽ ളുഹരി അനിസ്സുബഹി. രണ്ടിലും തിവാലാണെങ്കിലും ളുഹറിന് സുബഹിനെ കാട്ടി കുറഞ്ഞിരിക്കുക, അതാ നല്ലത്. യഖ്റഅ ഫീഹ, സുബഹിൽ ഓതുക ഖരീബ തിവാലിഹി, തിവാലിന്റെ ഖരീബായ സൂറത്ത് ഓതുക എന്നാ. ലിമായത്തി, വിശേഷം ഒരു ഇല്ലത്ത് വരുന്നുണ്ട്. അതിനും പുറമെ വലിയ നഷാത്ത ഫീഹ അക്സറു, ആ സുബഹിയില് എന്താണ് നഷാത്ത് കൂടുതലുണ്ടാവും. അപ്പോ സുബഹിക്കു എന്താണ് നഷാത്ത് കൂടുതലുണ്ടാവുമ്പോ കൂടിയ തോതുക എന്നല്ലേ, നീണ്ട തോതുക. അങ്ങനെ വലിൽ അസിരി വല്ലി ഷായി ഔസാത്തുഹു, അസറിനു ഷാഖു ഔസാത്തുൽ മുഫസ്സൽ ഓതുക. വലിൽ മഗ്രിബി, മഗ്രിബിന് ഖിസാറുഹു ഖിസാറുൽ മുഫസ്സൽ ഓതുക. ലിൽ ഖബരി സഹീഹി അദ്ദാലി അലാ ദാലിക. എന്നിട്ട് അസിൽ തന്നെ മഗ്രിബിന് ഖിസാർ ഓതണമെന്നാ, എന്നിട്ട് തന്നെ ചില ഇമാമിങ്ങൾ നീട്ടി മഗ്രിബിനൊക്കെ ഓതനാണ്. പിന്നെ ഖബരി സഹീഹി അദ്ദാലി അലാ ദാലിക. അപ്പൊ അത് ലിമായത്തി എന്ന് പറഞ്ഞാൽ അതായിരിക്കും. സ്വഹിഹായ ഹദീസ് ശേഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ അതാണ്.
അവിടെ യുഖഫിഫു ഹദീസിൽ അതിലേക്ക് സൂചന ഉണ്ട്. ഇനി ഹിക്മത്തു, ഇതിന്റെ ഹിക്മത്ത് എന്താ ഇങ്ങനെ തിവാലും ഔസാത്തും എന്ന പോലെ ഇങ്ങനെ ആക്കിയത്? അതിന്റെ ഹിക്മത്ത് തൂലു വക്തി സുബഹി, സുബഹിന്റെ സമയം തവീലാകുക. മഴ കിസരിഹ, നിസ്കാരം കസീറാണല്ലോ, 2 റക്അത്തല്ലേ ഉള്ളൂ, സമയം അധികമുണ്ട്, അപ്പൊ നീട്ടി ഓതുന്നെ. ഫജുബിറത്ത് ബി തത്വീല്, അപ്പൊ നിസ്കാരം പരിഹരിക്കപ്പെട്ടു. എങ്ങനെ? അതിന്റെ കിസർ എന്നുള്ളത് പരിഹരിക്കപ്പെട്ടു തത്വീലുണ്ട്, സൂറത്ത് നീട്ടി ഓതിയിട്ട് വലുതാക്കുക. കിസറു വക്തിൽ മഗ്രിബി, അതിനങ്ങനെ ഖിയാമ് എന്താണ് നീട്ടലാണ് അഫ്ളല്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, റക്അത്ത് കൂടുതലാക്കണതിനേക്കാളും നല്ലത്. അപ്പൊ ആ നിലക്ക് എന്താണ് ഓരോരുത്തരുടെ ഖിയാർ അനുസരിച്ച് അത് നീട്ടി കൂലി കൂടുതൽ വാങ്ങിച്ചോട്ടെ. ഖിസറു വക്തിൽ മഗ്രിബി, മഗ്രിബിന്റെ വക്ത് കുറവാണ്. അലൽ ഖിലാഫ് ഫീഹി, അതിൽ ഖിലാഫ് ഉണ്ടല്ലോ. മഗ്രിബിന്റെ വക്ത് ഏതുവരെ ഉണ്ട്? 5 റക്അത്തും മറ്റു ചില്ലറ കാര്യങ്ങളും ചെയ്യാനുള്ള സമയമുള്ളൂ, അതല്ല 7 റക്അത്തും അതല്ല. പിന്നെ അതല്ല വേറെന്ത്? മഗ്രിബ് ഷഫഖുൻ അഹ്മർ മായുന്നവരെ, അതായത് ഇഷാന്റെ സമയം വരെ ഉണ്ടോന്നുള്ള ഖിലാഫുണ്ട്. അപ്പൊ അങ്ങനെ മഗ്രിബിന്റെ സമയത്തിനെ കുറിച്ച് അങ്ങനെയുണ്ട്. ഫീലിഹ, അതിന്റെ ഫീലും കസീറാണ് എന്നാ. അപ്പൊ ഫീലിഹ എന്നുള്ളത് വക്തിൽ മഗ്രിബിന്റെ മേലെ അത്തുഫാണ്. അപ്പൊ അതിന്റെ ഫീലും കസീറാണ്. ഫീലും കസീറാണ് എന്ന് പറഞ്ഞാലോ 3 റക്അത്തുള്ള അല്ലേ ഉള്ളൂ എന്നുള്ളതായിരിക്കും. കളയലാണ് നല്ലത് എന്ന് ചില ശാരീഹ്യങ്ങള്, ഷർവാനിയോ അതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫീലും കസീറാണ്, സമയവും കസീറാണ്. ഫജുബിറത്ത്, അപ്പൊ മഗ്രിബ് പരിഹരിക്കപ്പെട്ടു എന്നാ, അതിലുള്ള ഖിസർ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ബിത്തഖ്ഫീഫി. അപ്പൊ ഖിസർ തഖ്ഫീഫ് കൊണ്ട് പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാല് അവിടെ മുഖാബലത്ത് കൊണ്ടല്ല പരിഹാരം. നേരത്തെ പറഞ്ഞത് എതിരായതുകൊണ്ടാണ്, മുവാഫക്കത്ത് കൊണ്ടല്ല, മുഖാലഫത്ത് കൊണ്ടാ പരിഹാരം വന്ന്. നിസ്കാരം കുറഞ്ഞപ്പോ നീട്ടിയിട്ട് എന്താണ് അതിനെതിരെ ചെയ്തിട്ട് നീട്ടിയിട്ട് കൂലി വാങ്ങാം. ഇവിടെ ഇത് രണ്ടും കസീറായപ്പോ അതിനോട് മുവാഫക്കത്തല്ലേ വേണ്ട. അങ്ങനെ അതാ ജുബിറത്ത് ബിത്തഖ്ഫീഫി. അപ്പോ ഖിസാറുൽ മുഫസ്സലു ഓതാന്ന് വെച്ച്. വസ്സലാസത്തുൽ ബാഖിയത്തു, ഇനി ബാക്കിയുള്ള 3 നിസ്കാരങ്ങളും തവീലത്തുൻ, ളുഹറും എന്താണ് അസ്റു ഇശാ, അത് സമയം വക്തൻ ഫീലൻ. 4 റക്അത്ത് വീതമുണ്ട്. അതുകൊണ്ട് നേരത്തെ 3 റക്അത്ത് എന്നായിരിക്കാം പറഞ്ഞ ഫീലിഹാന്റെ അർത്ഥം. ഫജുബിറത്ത് ബിത്തവസ്സുത്തി ഫീ ഗൈരി ളുഹരി, അപ്പൊ അവിടെ ഔസാത്തല്ലേ, ഔസാത്ത് അതായത് ഏതില്? അസ്റുൽ ഇശായിലും ഔസാത്ത്. ളുഹറിലാണെങ്കിലോ അതില് തിവാല് തന്നെ. വബിമാ മർറ ഫീഹി, അങ്ങനെ എന്ത് ചെയ്തു? സമയം കൊണ്ട് അധികമായപ്പോ അവിടെയും എന്താണ് ആയിഷ അസറിന് എന്താണ് തവസ്സുത്ത് എന്ന് പറയുമ്പോ മുഖാലഫത്ത, തൂലാവുമ്പോ അതിനെതിരെ ചെയ്യുക, അങ്ങനെ പരിഹാരമാകുക. ളുഹറാണെങ്കിലോ അതില് ജബ്റ് മുവാഫക്കത്ത് കൊണ്ടാണ്. അങ്ങനെ വബിമാ മർറ ഫീഹി, ഇതില് നേരത്തെ കഴിഞ്ഞതും ളുഹറില് വബിമാ മർറ ഫീഹി എന്ന് പറഞ്ഞാൽ ളുഹറില് മാമറ കൊണ്ട്, അതായത് കരീബുത്തിവാല് കൊണ്ടിട്ടും പരിഹരിക്കപ്പെട്ടു എന്നാ. ആ ബിത്തവസ്സുത്തി എന്നതിന്റെ മേലാത്തുഫ. ഫാറഖഹുമ, ഇത് രണ്ടും ഫാരിഖായി. ബിഅന്നഹു ലിഖുർബിഹി മിനസ് സുബ്ഹി അൽജാതു ബിഹി അക്സറു മിൻഹു ഫീഹിമാ وتراخى عنها لقلة النشاط فيه بالنسبة لها هو مرتبة متوسطة بين الصبح وبين العصر والعشاء. പിന്നെ ഫാറഖഹുമാ എന്ന് പറഞ്ഞാൽ ളുഹറും അസ്റും ഇശയും ഫാറഖഹുമാന. അതെ, അസ്റിനും ഇശയ്ക്കും ഒരു ഹുക്കുമാണല്ലോ അല്ലേ? ളുഹർ പിന്നെ അസർ ഇശ രണ്ടും കൂടി ഒന്നായിട്ട് പരിഗണിച്ചിട്ട് ഫാറഖഹുമാ, അത് രണ്ടോടും ഫർക്കായി. ബിഅന്നഹു അല്ല
ഫാറക്ക ഹുമ എന്ന് പറഞ്ഞാൽ ഫാറക്ക ലുഹുറു അൽ അസ്റ വൽ ഇശാ ആണ്. അങ്ങനെ ലുഹുറ് അസ്റു ഇശാനോടും വ്യത്യാസമില്ല. അതായത് മൂന്നിന്റെയും സമയവും എന്ന പോലെ നിസ്കാരവും 4 റക്അത്തിന്റെ സമയം തീർക്കാണ്. പിന്നെ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വ്യത്യാസം വന്ന് അതിന് കാരണം പറയാം. ലുഹുറ് അസ്റു ഇശാനോട് വ്യത്യാസമായി ബി അന്നഹു ആ ലുഹുറ് മിനസ്സുബഹി ഖുർബിഹി മിനസ്സുബഹി, അത് സുബഹിയോട് അടുത്തായതുകൊണ്ട് നഷാത്ത് ഫീ അക്സറു, അതിൽ നഷാത്ത് കൂടുതലുണ്ടാവും അല്ലേ. സുബഹി കഴിഞ്ഞാൽ പിന്നെ നഷാത്ത് ഉണ്ടായാലും ലുഹറിന. അസറിനും ഇശായിക്കൊക്കെ നഷാത്ത് കുറയും, മറ്റേ പല ജോലിയും തിരക്കും എല്ലാം ആയിട്ടേ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആ സുബഹീനോട് കരീബായത് അതിലും മഷ്റൂആയി നടത്താം. ബലി ഖുർബിഹി എന്നുള്ളത് ഇല്ലത്താണ്. എന്തിന്? അന്നഷാത്ത് ഫി അക്സർ മിൻഹു, എന്തിനേക്കാൾ സുബഹിയ ഫീഹിമ മിൻഹു, ആ നഷാത്തിനേക്കാൾ അക്സറാണ് ഫീഹിമ അസ്റി ഇശായിലുള്ള നഷാത്തിനേക്കാൾ അക്സറാണ്. തറാഹ അൻഹ എന്ന പോലെ പിന്നെ ആ ലുഹുർ പിന്തി എന്തിനെ തൊട്ട്? സുബഹിയെ തൊട്ട് പിന്തി. അപ്പൊ സുബഹി പോലെ ആയില്ല, കരീബുത്തിവാൽ ഓതണം എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? ഈ ഖില്ലത്തിൻ നഷാത്ത് ഫീ ബിന്നിസ്ബത്തിലഹ, സുബഹി വെള്ളം നോക്കുമ്പോൾ നഷാത്ത് കുറവുണ്ടല്ലോ, അതുകൊണ്ട് ബഹു മർത്തബത്തുൻ മുത്തവസിത്തത്തുൻ. അപ്പൊ ഈ ലുഹുർ എന്നുള്ളത് ഒരു മുത്തവസിത്തായ മർത്തബയാണ്, ബൈന സുബഹി വ ബൈനൽ അസ്രി വൽ ഇശായി. അതുകൊണ്ട് കരീബുത്തിവാലാക്കി. അങ്ങനെ ഇനി ഏതായി തിവാല്? അഥവാ തിവാലുഹു മിനൽ ഹുജറാത്തില അമ്മ, സൂറത്തുൽ ഹുജറാത്ത് മുതൽ അമ്മ വരെയാണ്. പിന്നെ അപ്പോ അവലുൽ മുഫസ്സൽ എന്ന് പറഞ്ഞത് ഹുജറാത്താണ്. പിന്നെ മുഫസ്സൽ എന്ന് പേര് പറയാൻ കാരണം അതിൽ ഫസലുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. സൂറത്തുകളുടെ ഇടയിലുള്ള ഫസൽ കൂടുതൽ. അപ്പൊ ഹുജറാത്ത് മുതൽ ഇങ്ങോട്ട് അമ്മ വരെ. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഫ ഔസാത്തുഹു, അമ്മന്റെ ശേഷം ഔസാത്താണ്. ഏതുവരെ? ഇല ലുഹ വരെ. അപ്പൊ അമ്മ ഔസാത്തിന്റെ തുടക്കാണ്, ഇലയല്ലേ. ഹുജറാത്ത് അവല്, അമ്മ ഔസാത്തിന്റെ തുടക്കം. ഹുജറാത്ത് മുഫസലിന്റെ തുടക്കം, തിവാലിന്റെ തുടക്കം, അമ്മ എന്നുള്ള ഔസാത്തിന്റെ തുടക്കം. ഇല ലുഹ വരെ. ഫ ഖിസാറുഹു, ലുഹ മുതൽ ഖിസാറാണ്. അപ്പൊ ഖിസാറിന്റെ തുടക്കം ലുഹ. ഇൽ ആഖിരി എന്ന് പറഞ്ഞാല് മുസാഫ് ഖുർആന്റെ അവസാനം വരെ നിർത്താം. അലാമസ്തഹറ, ഇതാണ് മഷഹൂർ, ഇതാണ് വേറെ അഭിപ്രായമുണ്ട്. സുബഹിൽ ജുമാഅത്തി, വെള്ളിയാഴ്ച സുബഹിക്ക് സുന്നത്തുണ്ട് എന്നാ. ഏത്? ഇദത്തസാൽ വക്തു, സമയം വിശാലമായെങ്കിൽ. അലിഫ് ലാം മീം തൻസീൽ, സമയം ഉണ്ടെങ്കിൽ. സജിദത്തു, പിന്നെ സജിദൽ അലിഫ് ലാം മീം തൻസീൽ. വഫി സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിൽ. യുസന്നുലി സുബഹിൽ ജുമാഅത്തി ഇദത്തസാൽ വക്തു അലിഫ് ലാം മീം സജിദ. ഒന്നാമത്തെ റക്അത്ത് എന്നാണ് പറഞ്ഞില്ല അല്ലേ. വഫി സാനിയത്തി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റക്അത്ത് എന്ന് വരുമല്ലോ. വെള്ളിയാഴ്ച ജുമഅക്ക് അല്ല, വെള്ളിയാഴ്ച സുബഹിക്ക്. രണ്ടാമത്തേല് ഹല്ലത്ത, ഹദീസുൽ ഗാഷിയ, ഹല്ലത്ത അലൽ ഇൻസാനി ഹീനം മിനദ് ദഹർ, അല്ല ഹല്ലത്ത അലൽ ഇൻസാനി ഹീനം മിനദ് ദഹർ, ഹല്ലത്താക്കല്ലല്ലോ. ഹല്ലത്ത എന്ന് പറഞ്ഞ സൂറത്തുൽ ഇൻസാൻ. അത് സുന്നത്തിന്റെ തന്നെ ബി കമാലിഹിമ, അത് രണ്ട് പൂർണ്ണമായിട്ട് ഓതണം, എന്നാലേ പിന്നെ അത് ഓതണ്ടുള്ളൂ. അല്ല ഇപ്പൊ പലരും കുറച്ചോതും, അത് റാജിഹല്ല. പിന്നെ ബി കമാലിഹ, ആ സൂറത്തുകള് പൂർണ്ണമായിട്ട് ഓതണം. പിന്നെ കമാലിഹ എന്ന് പറഞ്ഞത് അത് ഓരോന്നും പൂർണ്ണമായിട്ട് ഓതണം എന്നാ. പിന്നെ സുബൂത്തിഹി, ആ കമാല് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മായ ദവാമിഹി, ആ കമാല് കൊണ്ട് ദായിമായി. മിൻ ഫീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫീലിൽ നിന്ന് അത് പൂർണ്ണമായി ഓതിയെന്ന്, അതാണ് ലി സുബൂത്തിഹി എന്ന് പറഞ്ഞത്. അത് സ്ഥിരമായി എന്താണ് ഓതി എന്നുള്ളതാണ് ദവാമു എന്ന് പറഞ്ഞത്. അത് രണ്ടും പൂർണ്ണമായിട്ടാണ്, ആ രണ്ട് ലമീറും കമാലിലേക്കാണ് ഇങ്ങനെ. അപ്പൊ കുറച്ച് ഓതിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒബിഹിയത്തുൽ ഇന്തിഫാ മാഖീല അല്ലൗല തർക്കുഹുമാ ഫി ബഅദിൽ ജുമഅ ഹദറൻ മിൻ ഇഅ്തിഖാദിൽ അമ്മത്തി ഉജൂബഹുമാ. ഈ പറഞ്ഞതിൽ നിന്ന്, അതായത് ദവാമ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്താണ് എത്തളിഹു വ്യക്തമായി ഇന്തിഫാ മാഖീല പറയപ്പെട്ടൊന്ന്. അല്ലൗല തർക്കുഹുമാ, നല്ലത് അത് രണ്ടും ഒഴിവാക്കലാണ്. എപ്പോ? ഫി ബഅദിൽ ജുമഅ, ഈ അലിഫ് ലാം മീം സജദയും ഹല്ലത്തെയും ചില വെള്ളിയാഴ്ചകളിൽ ഒന്ന് ഒഴിവാക്കണം എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ?
ഹദറം മിൻ ഇഅ്തിഖാദിൽ ആമത്തി, പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, വിശ്വസിക്കുന്നത് പേടിച്ചിട്ട് ഉജൂബഹും അത് രണ്ടും വാജിബാണോ എന്ന് വിശ്വസിക്കുന്നത് പേടിച്ചിട്ട് ജലജുമയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ശരിയല്ല എന്നത് ഈ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ടു, വ്യക്തമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദായിമായിട്ടുണ്ട്. അപ്പോ ഇത് പേടിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഹദീസു അന്നഹു ഖറഅ ഫീ ജുമഅത്തിൻ ബിസജ്ദത്തിൻ ഗൈരി അലിഫ് ലാം മീം തൻസീൽ മുനല്ലറും ഫീ സനദിഹി. അപ്പോ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്നൊരു ഇഷ്കാല്, ഒരു വെള്ളിയാഴ്ച എന്താക്കി സുബഹിക്ക് അലിഫ് ലാം മീം തൻസീൽ അല്ലാത്ത മറ്റൊരു സജദന്റെ ആയത്തുള്ള സൂറത്തോതി. അത് ബിസജ്ദത്തിൻ എന്ന് പറഞ്ഞ സജദന്റെ ആയത്തുള്ള സൂറത്ത്, ഗൈരി അലിഫ് ലാം മീം തൻസീൽ എന്നൊരു ഹദീസ് ഉണ്ട്. അത് മുനല്ലറും ഫീ സനദിഹി, അതിന്റെ സനദിൽ നളറുണ്ട്, ഫസാദുണ്ട്, സ്വഹീഹല്ലാന്ന. പിന്നെ വയൽസമു മിൻ ദാലിക്കൽ ഹദരി, അങ്ങനെ പേടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പേടിച്ചിട്ട് ഇടക്കൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ആ ഹദറിൽ നിന്ന് ലാസിമാകും തെർക്കു അക്സരി സുനനിൽ മഷൂറത്തി, മഷൂറായ പല ഒരുപാട് സുന്നത്തുകൾ ഒഴിവാക്കേണ്ടി വരും, ഇടക്കൊക്കെ ഒഴിവാക്കേണ്ടി വരും. വല ഖായില ബിഹി, അങ്ങനെ ആ തെർക്ക് കൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെയും വേണ്ട ഫൈൻ തറക്ക അലിഫ്ലാമി. അപ്പോ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ഓതണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഫൈൻ തറക്ക അലിഫ്ലാമീം ഫില്ലൂല, അലിഫ്ലാമീം ഒന്നാമത്തെ റക്അത്തിൽ ഒഴിവാക്കി, അത്താ ബിഹിമ ഫിസാനിയത്തി. അപ്പൊ അലിഫ്ലാമീം സജദയും അല്ലത്താലിസാനും രണ്ടും കൂടി എന്താക്കണം, രണ്ടാമത്തെ റക്അത്തിൽ ഓതണം. ഔ ഖറഅ ഹല്ലത്ത ഫില്ലൂല, അല്ലെ തിരിഞ്ഞുപോയി, ഒന്നാമത്തേല് ഹല്ലത്ത ഓതിപ്പോയി, ഖറഅ അലിഫ്ലാമീം ഫിസാനിയത്തി, രണ്ടാമത്തേല് അലിഫ്ലാമീം ഓതണം. എന്തിനാൽ എല്ലാ തഖ്ലുവ സലാത്തുഹു അൻഹുമ, ഈ രണ്ട് സൂറത്ത് മുഅയ്യനായ സൂറത്താണല്ലോ. അപ്പൊ അത് രണ്ടിനെ തൊട്ട് നമസ്കാരം ഒഴിവാകാതിരിക്കാൻ വേണ്ടി അങ്ങനെയുണ്ടായി. ഇത് രണ്ടിന്റെയും മാത്രമല്ല ഹുക്കുമ് വക്കത, ഇതുപോലെ തന്നെയാണ് ഫി കുല്ലി സലാത്തിന്റെ എല്ലാ നിസ്കാരത്തിലും സുന്ന ഫി ഉലൈഹ, ആ നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തിൽ സുന്നത്തിന്റെ സൂറത്താനി മുഅയ്യനത്താനി, മുഅയ്യനായ 2 സൂറത്ത് സുന്നത്തിന്റെ അവിടെ എല്ലാം ഇങ്ങനെയാണ് വേണ്ടത് എന്നാ. വലാഹിറുൻ അന്നഹു യുസന്നു ലിമൻ ശറഅ ഫി ഗൈരി സൂറത്തിൽ. ഇനി എന്നപോലെ സുന്നത്തുള്ള സൂറത്ത് അല്ലാത്തത് ഓതി തുടങ്ങിയാലോ, അതാ പറയുന്നത് വലാഹിറുൻ അന്നഹു യുസന്നു ലിമൻ ശറഅ, ആരംഭിച്ച ഒരുത്തന് സുന്നത്താണ് ഫി ഗൈരി സൂറത്തിൽ മുഅയ്യനത്തി, മുഅയ്യന അല്ലാത്ത സൂറത്ത് ഓതി തുടങ്ങി. ഇപ്പൊ ഇവിടെ ഒന്നാമത്തേൽ അലിഫ് ലാം മീം സജിദ അല്ലാതെ വേറെ ഓതി തുടങ്ങി. അത് രണ്ടാമത്തേതിൽ ഹല്ലത്തെ ആണെങ്കിലും ശരി, ഓതി തുടങ്ങിയപ്പോഴാണ് ഇവൻ ഓർമ്മയായത്. വലോ സഹുവൻ, അതാ മറന്നിട്ടാണെങ്കിലും ഖത്ഉഹ, അത് എന്താണ്, ആ സൂറത്ത് ഖത്ഉ ചെയ്യുക, അത് അവിടെ അവസാനിപ്പിക്കുക. ഖിറാഅത്തുൽ മുഅയ്യനത്തി, എന്നിട്ട് മുഅയ്യനായ ഓതുക, ഇതാണ് സുന്നത്ത്. അമ്മ ഇതാ ലാക്കൽ വക്തു, അപ്പോ വക്ത് ലയ്യക്കായാലോ അൻഹുമ, ഇത് രണ്ടിനെ തൊട്ട് വക്ത് ലയ്യക്കായാൽ രണ്ടും ഓതാൻ സമയമില്ല. ഫയത്തി ബി സൂറത്തൈന് കസീറത്തൈന്, പിന്നെ അപ്പോ രണ്ട് കസീറായ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞു. അത് ലീക്കുൽ വക്തല്ല, ഇല്ലെങ്കിൽ ഇവൻ ഇത് ഓതാൻ വിചാരിച്ചില്ല, എന്നാലും മതി. അങ്ങനെയാണ് മറ്റു ചിലർ പറഞ്ഞത്. 2 കസീറായ സൂറത്ത് ഓതണം, അല്ലല്ല ഔജഹി എന്ന് പറഞ്ഞാല് ഇതിന്റെ ബയല് ഓതണോ അല്ല കസീറായ പൂർണ്ണമായ സൂറത്ത് ഓതണോ എന്നാ. അതിൽ റാജിഹ് കസീറായ സൂറത്ത് ഓതണം. ആ കസീറായ സൂറത്തിന് സബ്ബിസ്മയും ഹല്ലത്താക്കയും എന്താണ് ചിലരെ ശാരീരിക കല്ലൂബിയോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അത് ഓതുന്നില്ലെങ്കിൽ ഇഖ്ലാസും പിന്നെ കാഫിറൂനെ ഇഖ്ലാസ് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖൗലുൽ ഫാറഖി വമൻ തബിഅഹു ബിബഅലിഹിമ, ഇങ്ങനെ അത് രണ്ടും ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ, പൂർണ്ണമായി ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ബിബഅലിഹിമ, അത് രണ്ടിന്റെയും ബഅലുകൊണ്ട് ഓതണം. ബഅലുകൊണ്ട് ഫയത്തി ബിബഅലിഹിമ എന്നാണ്. റബ്ബി സൂറത്തൈനി നേരത്തെ പറഞ്ഞെടുത്ത് ഏത്തി ബി സൂറത്തൈന് കസീറത്തൈനി എന്നാണല്ലോ. അപ്പൊ ഇവിടെ അർത്ഥം അങ്ങനെ ഒരു ഏത്തി ബി ബഅലിഹിമ എന്നാര് പറഞ്ഞു? ഇമാം ഫാറഖിയും താബിഈങ്ങളും പറഞ്ഞത് മിൻ തഫറുദിഹി, അത് ഇമാം ഫാറഖി ഒറ്റക്ക് പറഞ്ഞ മസലയാണ്. കമാ അശാറ ഇലൈഹിൽ അദ്റഇയ്യു, അത് മദ്ഹബില് റാജിഹല്ല. അമ്മൽ മുസാഫിർ, അപ്പൊ നേരത്തെ പറഞ്ഞ ആൾ മുസല്ലിൽ ഹാളിർ എന്നല്ലേ, നാട്ടിലുള്ള ആള്, യാത്രക്കാരനല്ല. അപ്പൊ യാത്രക്കാരനോ വെള്ളിയാഴ്ച എന്ത് ചെയ്യണ്ടേ? ഫയുസന്നു ലഹു ഫി സുബ്ഹിഹി ഫിൽ ജുമുഅത്തി, അവന്റെ സുബഹി നിസ്കാരം വെള്ളിയാഴ്ച, വൈരിഹ
വെള്ളിയാഴ്ച അല്ലാത്ത സുബഹി നിസ്കാരവും അതിലെന്താ ഓതേണ്ടത്? അൽ കാഫിറൂന. അപ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ല, അല്ലാത്ത സുബഹിയിലും കാഫിറൂന സുമ്മൽ ഇഖ്ലാസ്, പിന്നെ ഇഖ്ലാസും ലി ഹദീസും ഫീഹി, അതിൽ ഹദീസ് ഉള്ളത് കൊണ്ട്. ഇനി വൈങ്കാന ലഈഫൻ, ആ ഹദീസ് ലഈഫാണെങ്കിലും ശരി, എത്തരത്തിലുള്ള ഹദീസ് ലഈഫാണ്, വാവ ഹാലിയ. ഇനി വറദ അയ്ളൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഫി സുബ്ഹി സഫരി ബിൽ മുഅവ്വിദത്തൈനി. എന്താണ് വറദ അയ്ളൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഫി സുബ്ഹി സഫരി, സഫർ യാത്രയിൽ സുബഹി നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. ബിൽ മുഅവ്വിദത്തൈനി, മുഅവ്വിദത്തൈനി ഓതി നിസ്കരിച്ചിട്ടുണ്ട് എന്നും വന്നിട്ടുണ്ട്. അലൈഹി, അപ്പൊ അതിന്റെ മേലെടുത്താൽ, ഏത് മുഅവ്വിദത്തൈനി ഓതി എന്ന് വാരിദായി എന്നറിഞ്ഞില്ല, ആ ഉറൂദിന്റെ മേലെടുത്താൽ, ആ വാരിദിന്റെ മേലെടുത്താൽ ഫയസീറുൽ മുസാഫിർ, അപ്പൊ മുസാഫിറാകും മുഖയ്യറൻ ബൈനമാഫിൽ ഹദീസൈനി, രണ്ട് ഹദീസിലുള്ള ഏതും ചെയ്യാം. ഒന്ന് ഇഖ്ലാസും എന്താണ് കാഫിറൂനെ ഇഖ്ലാസ് ഓതാ, അല്ലെ മുഅവ്വിദത്തൈനി ഓതാ, രണ്ടും ഓതാന്ന്. അതിലേതാ നല്ലത്? അതാ പിന്നെ പറയുന്നത് ബൽ ഖദിയത്തു കൗനിൽ ഹദീസ് സാനി, രണ്ടാമത്തെ ഹദീസ് മുഅവ്വിദത്തൈനി ഓതി എന്നുള്ള ഹദീസ് അഖ്വാ സനദൻ, അത് സനദ് കൊണ്ട് അഖ്വയാണ് എന്നതും വഈസാരിഹി മത്തഖ്ഫീഫ് ലിൽ മുസാഫിരി ഫി സായിരി ഖിറാഅത്തിഹി, മുസാഫിറിനെ അവന്റെ മുഴുവൻ ഖിറാഅത്തിലും തഖ്ഫീഫിനെ അയിമ്മത്ത് തെരഞ്ഞെടുത്തു എന്ന കാരണത്താലും കൗനിൽ ഹദീസ് അതിന്റെ മേലെ എത്തുവാണ് വഈസാരി, അതിന്റെയും ഖദിയ അന്നൽ മുഅവ്വിദത്തൈനി ഔലാ, മുഅവ്വിദത്തൈനി ഓതലാവൂല. ഇത് മുസാഫിറിന്റെ സുബഹി നിസ്കാരങ്ങളിൽ ഇപ്പം പറഞ്ഞ സുബഹിയിൽ മാത്രമല്ല, എല്ലാ നിസ്കാരത്തിലും അങ്ങനെയാ. പിന്നെ വൈസന്നുൽ ജഹ്റു ബിൽ ഖിറാഅത്തിൽ ഗൈരിൽ മഅ്മൂമി, ഇനി ജഹരിയായ നിസ്കാരങ്ങളിൽ ഉറക്കം അതിൽ സുന്നത്ത് ആർക്ക്? മഅ്മൂം അല്ലാത്ത ആളിന്. അപ്പോൾ മുൻഫരിദിനും ഇമാമിനും, മുൻഫരിദ് ഉറക്കം ഓതൂല അല്ലേ, ജഹരിയിൽ ഇമാം മാത്രമേ ഓതുള്ളൂ. അത് ഇമാമത്തിന്റെ എന്താണ് ബാക്കിയാന്നല്ല തെറ്റിദ്ധരിച്ച്, അങ്ങനല്ല. പിന്നെ ജഹരിയായ നിസ്കാരം ഏതാ? അൽ മഅലൂമി അക്സറുഹ മിൻ കലാമിഹി, അത് മുസന്നിഫിന്റെ കലാമിന്ന് അതിൽ അധിക നിസ്കാരം അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ കറക്കായത്തെ തവാഫി, അതുപോലെ തവാഫിന്റെ 2 റക്അത്ത് ലൈലൻ, ആ 2 റക്അത്ത് രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഉറക്കം ഓതണം. വക്ത സുബഹിൻ, സുബഹിയുടെ സമയത്ത് എന്താണ് ആ തവാഫിൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, എന്നാൽ ഉറക്കം ഓതണം. അത് ഖളാ വീട്ടുന്നതാണെങ്കിലും. പിന്നെ വക്തി സുബഹിൻ അല്ല കറക്കായത്തി തവാഫി, തവാഫിന്റെ 2 റക്അത്ത് ലൈലൻ എന്ന് പറഞ്ഞിട്ട് വക്ത സുബഹിൻ, അത് കഴിഞ്ഞിട്ട് എന്തോന്നുണ്ടല്ലോ ഒരു മുസ്കയില്, വക്ത സുബഹിൻ വക്കൽ എഴുതി വലോ ഖളാഅൻ എന്ന ഒരു നുസ്ഖയിൽ വക്കൽ എഴുതിന്നില്ല. പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ശരി, പെരുന്നാൾ നിസ്കാരം പോലെയും കറക്കായത്തെ തവാഫി, അത് ഖളാ വീട്ടുന്ന എന്താണ് പെരുന്നാൾ നിസ്കാരമാണെങ്കിലും വലോ ഖളാഅൻ. അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടിയാലും എന്താക്കണം? പിന്നെ ഉറക്കം ഓതണമെന്നാ. അതേതുപോലെ അതിന് ഇബ്നു ഖാസിം പറഞ്ഞു കാൻ ഖളാഹ ബഅദ സവാൽ, സവാലിന്റെ ശേഷം ഖളാ വിട്ട പെരുന്നാൾ നിസ്കാരം, സവാൽ വരെയല്ലേ ഉള്ളൂ അതിന്റെ സമയം, ഉച്ചന്റെ ശേഷം പെരുന്നാൾ നിസ്കരിച്ച് ഖളാ ഇട്ട് അപ്പോൾ ഉറക്കം ഓതണം. അപ്പോൾ വേറെ ഇഷ്ടാല് ഖളാ വീട്ടുമ്പോൾ ഖളാന്റെ ഏത് സമയത്താണോ ഖളാ വീട്ടുന്നത് ആ സമയമാണ് പരിഗണിക്കുക എന്നല്ലേ. അപ്പോൾ പകല് ഖളാ വീട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇശ പകല് ഖളാ വീട്ടിയാൽ പതുക്കെ ഓതണം എന്ന് വരും, ളുഹ്ർ രാത്രിയിൽ ഖളാ വീട്ടിയാൽ ഉറക്കം ഓതണം എന്ന് വരും. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടിയാൽ സവാലിന്റെ ശേഷമാകുമ്പോൾ പതുക്കെ ഓതണം എന്നല്ലേ വരിക. അതപ്പോൾ കൗലുഹും അല്ലെ ഇബറത്തു ബിൽ ജഹരി വളിദ്ദിഹി, ജഹറിലും ദിദ്ദിലും ബിൽ മഖ്ലിയത്തി ഖളാ വീട്ട നിസ്കാരത്തിൽ പരിഗണിക്കപ്പെടുന്നത് ബി വക്തിൽ ഖളായി, ഖളായിന്റെ വക്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ആ കൗലാകുന്നത് മഹല്ലുഹു, അതിന്റെ മഹല്ല് ഫി ഗൈരി, അത് പെരുന്നാൾ നിസ്കാരം അല്ലാത്തതിലാണ്. കാരണം എന്താ? ലി അന്നൽ ജഹ്റ, ജഹ്ർ ലമ്മ സുന്ന ഫിഹ ഫി മഹല്ലിൽ ഇസ്റാരി, അത് സുന്നത്താക്കപ്പെട്ടു. ജഹ്ർ ലമ്മ സുന്ന ഫിഹ, പെരുന്നാൾ നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെട്ടു. ഇവിടെ ഫി മഹല്ലിൽ ഇസ്റാരി,
ഇസ്റാറിന്റെ മഹലിലാണ്. അതായത് പെരുന്നാൾ പകൽ നിസ്കരിക്കുന്ന നിസ്കാരമാണോ, എന്നിട്ട് തന്നെ അതിൽ ജഹർ സുന്നത്തുണ്ട്. അപ്പൊ എന്താക്കണം, അത് മഹലുൽ ഇസ്റാർ എന്ന് പറഞ്ഞാൽ പകലാണ്. അപ്പൊ ജഹർ സുന്നത്തായപ്പോ ഉസ്തുസിഹിബ, ആ ജഹർ നിലനിർത്തപ്പെട്ടു. അത് ഖളായിലും അങ്ങനെ നിലനിർത്തപ്പെട്ടു എന്നർത്ഥം. അപ്പൊ ഈ പറഞ്ഞ എന്താണ്, പിന്നെ മൗമൂമല്ലാത്തവർ ഉറക്കാക്കണം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഹുൻസ എല്ലാവരും ഉറക്കാക്കണം എന്നല്ലേ ഒന്ന് അല്ലേ? പെണ്ണുങ്ങൾക്കൊക്കെ മസാല അറിയോന്ന് തന്നെ അറിയില്ല. അതാണ് മറുകത്തുലാത്ത ജഹറു ഇല്ലം യസ്മഅഹ അജ്നബിയുൻ. കണ്ടോ, അവളെ ഒരു അജ്നബി കേൾക്കുന്നില്ലെങ്കിൽ അല്ലാതെ ഉറക്കാക്കരുത്. അപ്പൊ അജ്നബി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കാക്കരുത്. അത് ശൗവത്തോടുകൂടെ കേൾക്കണം എന്നൊന്നുമില്ല. അജ്നബി അവിടെ ഉണ്ടെങ്കിൽ പതുക്കെ ഓതേണ്ടത്. പിന്നെ മിസുലുഹൽ ഹുൻസ, വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അജ്നബി ഉണ്ടാവുമല്ലോ. ജ്യേഷ്ഠന്റെ ഭർത്താവ്, അതെ, ഭർത്താവിന്റെ ജ്യേഷ്ഠന് അനുജന് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആകുമ്പോ, അല്ലെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്താണ് പതുക്കാക്കണം. മിസുലുഹൽ ഹുൻസ, ഹുൻസ അങ്ങനെ തന്നെ. വല്യക്കും ജഹ്റുമ, പിന്നെ പെണ്ണും ഹുൻസയും അവര് ജഹ്റാക്കണം എന്ന് ഇപ്പം മുമ്പ് പറഞ്ഞതിന് കിട്ടി. അവരുടെ ജഹ്റാകണം ദൂന ജഹരി റജുല് ജഹ്റാക്കുന്ന അത്ര ജഹ്റാക്കരുത്. കുറച്ചൊരു പതുങ്ങിയ ശബ്ദത്തിൽ. സ്വന്തം നഫ്സ് കേൾക്കുന്നതിനേക്കാൾ ഉറക്കായാൽ ജഹ്റാണല്ലോ. അതാ കുറച്ചുകൂടി ഉറക്കാണ് ആണോ അതുണ്ട്, കുറച്ചൊക്കെ പരിസരത്ത് കേൾക്കും പോലെ. പെണ്ണത്ര ആക്കണ്ടെന്നർത്ഥം. വലായ ജഹ്റു മുസല്ലിൻ വലാ ഗൈറുഹു. ഇനി ഉറക്കം ഓതുമ്പോ തന്നെ മറ്റുള്ളവർക്ക് തശ്വീഷ് ഉണ്ടെങ്കിലോ, അതാ മുസല്ലി ആയാലും അല്ലാത്ത ആളായാലും ഉറക്കം ഓതരുത്. ഷവ്വഷ അലാ നഹ്വി നായിമിൻ, ഉറങ്ങുന്ന ആളെ പോലെ, ഔ മുസല്ലിൻ അല്ലെ നിസ്കരിക്കുന്ന ആളെ പോലെ, അല്ലെ ദർസി കണത്തുന്ന ആള്, കിതാബ് എഴുതുന്ന ആള്, കിതാബ് മുത്താല ചെയ്യുന്ന ആള്, ദിക്റ് ചൊല്ലുന്ന ആള്, ഇങ്ങനെ തുടങ്ങിയവർക്കൊക്കെ ശല്യാവുമെങ്കിൽ എന്താ ഉറക്കാക്കരുത്. ഫയുക്റഹു, അപ്പൊ കറാഹത്താണ്. കമാഫിൽ മജ്മൂഇ ഫത്താവൽ മുസന്നിഫി വബീഹി റുദ്ദ അല ഇബ്നുൽ. പിന്നെ മജ്മൂഇലും ഫത്താവൽ മുസന്നിഫിലും ഇത് രണ്ടും ഉണ്ട് എന്നാ. ഇത് രണ്ടിലും കറാഹത്താന്നുണ്ട്. പക്ഷെ ഇബ്നുൽ ഇബാദ് ഈ മജ്മൂഇനെയും മുസന്നിഫിന്റെ നവീമാമിന്റെ ഫത്താവയെ തൊട്ടും ഉദ്ധരിച്ചൊരു നക്കലുണ്ട്. ആ നക്കല് ശരിയല്ല എന്ന് ഇതുകൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. അതിനുണ്ടല്ലുള്ള കറാഹത്ത് എന്നാ. അതാ ഒബിഹി, ആ രണ്ടിലുള്ള ഒന്നുകൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. റുദ്ദ അല ഇബ്നുൽ ഇമാദ്, ഇമാം ഇബ്നുൽ ഇമാദ് റഹിമഹുള്ളാഹിന്റെ മേൽ റദ്ദ് ചെയ്യപ്പെട്ടു. എന്ത് റദ്ദ് ചെയ്യപ്പെട്ടു? നഖലുഹു, ഇബ്നുൽ ഇമാദ് നഖൽ ചെയ്തു. അൻഹുമ, മജ്മൂഇനെയും ഫത്താവൽ മുസന്നിഫിനെയും തൊട്ട്. എന്തിനെ നഖൽ ചെയ്തു? അൽ ഹിർമത്ത്, ഹിർമത്തിനെ നഖൽ ഹറാമാണ് എന്ന് പറഞ്ഞു. എപ്പോ? ഇൻകാന മുസ്തമിഉൽ ഖിറാഅത്തി അക്സറ മിനൽ മുസല്ലീന, മുസല്ലി നിസ്കരിക്കുന്നവരെക്കാൾ അധികമാണ് ഖിറാഅത്ത് കേൾക്കുന്നവരെങ്കിൽ. നിസ്കരിക്കുന്നവരെക്കാൾ അക്സറാണ് ഖിറാഅത്ത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരെങ്കിൽ ഹറാമാണ്. അപ്പൊ ഇവര് നിസ്കരിക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ ഖിറാഅത്ത് കേൾക്കുന്നവരുണ്ട്. ഈ നിസ്കരിക്കുന്നവന്റെ ഖിറാഅത്തല്ല, വേറെ ഖിറാഅത്ത്. അതായത് നേരത്തെ പോലെ നായിബ്, മുസല്ലി അങ്ങനത്തെവരൊക്കെ ഉണ്ടല്ലോ. അവരക്സറാണെങ്കിൽ ഹറാമാണ് എന്ന് നഖൽ ചെയ്തിട്ടുണ്ട്. നളറലി സിയാദത്തുൽ മസ്ലഹത്തി, മസ്ലഹത്ത് സിയാദത്ത് ഉള്ള നോക്കിയിട്ട്. അപ്പൊ അതാ ഖിറാഅത്ത് കേൾക്കുന്നവരെന്താണ് തോനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനല്ലേ മസ്ലഹത്ത്. ഇവര് കുറവല്ലേ നിസ്കരിക്കുന്നവർ, അപ്പൊ അവര് കുറച്ചുള്ളവര് എന്താണ് പതുക്കെ ഓതിയാൽ മതി. അങ്ങനെ ഇൻകാന മുസ്തമിഉൽ ഖിറാഅത്തി അക്സറ മിനൽ മുസല്ലീൻ എന്നാണ് അവിടെ ഉള്ളത്. ഷെർവാനി അവിടെ ഇല്ലം യക്കുൻ എന്നാണ് എന്ന് പറയുന്നത്. അങ്ങനെ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഖിറാഅത്തിന്റെ മുസ്തമിഉ എന്ന് പറഞ്ഞത് ആര്? വേറെ അവിടെ ഖിറാഅത്തിന്റെ ദർസ് നടക്കുന്നുണ്ട്, അത് കേൾക്കുന്നവര്, അല്ലെ ഒരാൾ ഓതുന്നുണ്ട് ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ട്. അതല്ല മുസല്ലിന്റെ ഖിറാഅത്ത് കേൾക്കുക എന്നല്ലല്ലോ. പിന്നെ മുസല്ലിന്റെ ഖിറാഅത്ത് കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വെക്കേണ്ടി വരും. ഷെർവാനി പറഞ്ഞ പോലെ വെക്കേണ്ടി വരും. അപ്പൊ നായിമും വേറെ അവിടെ മുസല്ലിൻ എന്ന് പറഞ്ഞില്ല. അലാനഹവി നായിമിൻ നൗ മുസല്ലിൻ എന്ന് പറഞ്ഞത് ഇബൻ നിസ്കാരത്തിലാണ് ഓതുന്നത്. വേറെ നിസ്കരിക്കുന്നവന് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ലെ ഇവൻ നിസ്കാരത്തിൽ അല്ലാതെ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നവന് ബുദ്ധിമുട്ടാവും. അതെല്ലാം അതിൽ പെട്ടല്ലോ. വലായജേർ മുസല്ലിൻ വലാ ഗൈറുഹു എന്ന് പറഞ്ഞില്ലേ.
പിന്നെ അക്സറ മിനൽ മുസല്ലീൻ നളറല്ലി സിയാദത്തുൽ മസ്ലഹത്തി സുമ്മ നളറ ഫീഹി. അങ്ങനെ നക്കൽ ചെയ്തിട്ട് ഇബ്നുൽ ബാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ത്, അതിൽ നളറുണ്ട്. സംഗതി ഒന്നും അങ്ങനെയല്ല, ആ കിതാബിലുള്ള ഖറാഅത്ത് എന്നാ. ഇനി വബഹസുൽ മൻഇ മിനൽ ജഹരി ബിഹളറത്തിൽ മുസല്ലി മുത്ലഖൻ. പിന്നെ വബഹസൽ മൻ ഇബ്നുൽ ഇമാദ് റഹിമഹുല്ലാഹ് ഫീഹി നളറുൻ എന്ന് പറഞ്ഞിട്ട് ബഹസ് ചെയ്തു. എന്ത് ബഹസ് ചെയ്ത്? പാടില്ല എന്നുള്ളതിന്, ഹറാമാണ്, ജഹർ പാടില്ല. എടാ ബി ഹളറത്തിൽ മുസല്ലി, നിസ്കരിക്കുന്നവന്റെ ഹളറത്തിൽ, മുത്ലഖൻ. പിന്നെ അത് അക്കല്ലാണെങ്കിലും ശരി അക്സറാണെങ്കിലും ശരി, ആരാണെങ്കിലും ഹറാമാണ്. ലിഅന്നൽ മസ്ജിദ, കാരണം എന്താ, പള്ളി എന്നുള്ള വഖഫുൽ മുസല്ലീൻ, അത് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി വഖഫല്ലേ, അസാലത്തൻ അല്ലെ, ദൂനൽ ആലി വൽ ഖുറായി, വയലു പറയുന്നവർക്കും കാര്യങ്ങൾക്കും അല്ല. അതുകൊണ്ട് അവിടെ വൽ ഖുറായി എന്ന് പറഞ്ഞത് ഈ നിസ്കരിക്കുന്നവന്റെ ഖിറാഅത്തല്ലത്. അതാണ് ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞത്. മുസ്തമിയുൽ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആളുടെ ഖിറാഅത്തല്ല, ഒരു വേറെ ഓതുക. പിന്നെ വനവാഫിലുൽ ലൈലിൽ മുത്തലഖത്തി എന്നങ്ങനെ ബഹസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞില്ല. പിന്നെ ഏതായാലും റാജിയുടെ ഖിറാഅത്തേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇക്റഹു എന്ന് പറഞ്ഞല്ലോ. ഇനി നവാഫിലുൽ ലൈലിൽ മുത്തലഖത്തി, രാത്രിയിലെ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദൊക്കെ, യതവസ്സത്തു ഫീഹാ ബൈനൽ ജഹരി വൽ ഇസ്റാരി, അതിൽ മിതം പാലിക്കണം. ജഹറിന്റെ ഇസ്റാറിന്റെ ഇടയിൽ, ജഹർ ഇസ്റാറിന്റെ ഇടയിൽ മിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ബിയഖറ ഹാക്കഥ മറത്തൻ ഹാക്കഥ ഉഖ്റാൻ, ഒരിക്കങ്ങനെ ഓതുക ഒരിക്കങ്ങനെ ഓതുക എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഉറക്കം ഓതുക, പിന്നെ കുറച്ച് ഒതുക്ക ഓതുക, പിന്നെയും എന്താണ് ജഹറാക്കുക, പിന്നെ ഇസ്റാറാക്കുക, ഇങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ഓതുക എന്ന് പറഞ്ഞാൽ ദീർഘമായി ഓതണം, എന്നാലല്ലേ പറ്റുള്ളൂ. ആപ്പാട് താജ്ജുദ് നിസ്കരിക്കൂല, ആരും നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കുക, അത് തന്നെ ഒരു ഇഖ്ലാസും കാഫിറൂനെ ഓതിയിട്ട് നിസ്കരിക്കുക. അങ്ങനെയല്ല, അറിയുന്ന വലിയ സൂറത്തൊക്കെ അല്ലേ, യാസീനൊക്കെ കാണാൻ അറിയില്ലേ, 1 റക്അത്തിൽ യാസീൻ ഓതുക, 1 റക്അത്ത് വാക്യ ഓതുക, അങ്ങനെ ഓതി നിസ്കരിക്കുക. അല്ലെങ്കിൽ നോക്കി ഓതാമല്ലോ, മൊബൈൽ വെച്ചിട്ട് നോക്കി ഓതിയാൽ പോരെ, ഖത്മാക്കുക അല്ലേ. തഹജ്ജുദിലായിട്ട് ഖത്മ വേണം എന്നാണ് ഇമാം തീജാനിൽ പറഞ്ഞത്, തിബിയാനിൽ അല്ലേ. അപ്പൊ ഇന്ന് ഓതിയതിന്റെ ബാക്കി നാളെ ഓതണം, അതിന്റെ ബാക്കി മറ്റന്നാ തഹജ്ജുദിൽ ഓതണം, ഇങ്ങനെ ഖത്മ വേണം. പിന്നെ അപ്പൊ ഹാക്കഥ ഉഖ്റ ഔ യുദ്ധ, അല്ലെങ്കിൽ ഈ തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിയഖറ ഹാക്കഥ മറത്തൻ ഹാക്കഥ ഉഖ്റ എന്ന് പറഞ്ഞല്ലോ, ഒന്നീ അങ്ങനെയാണ് ആ തവസ്സുത്തിന്റെ അർത്ഥം. ആ തവസ്സുത്ത് എന്ന് പറഞ്ഞത് അസ്ഹാബിന്റെ കലാമിലുള്ളതാണല്ലോ. അല്ലെങ്കിൽ അവിടെ വാദിക്കണം, ആ തവസ്സുത്തിന് മാന പറയാൻ വാദിക്കപ്പെടണം. അന്ന ബൈനഹുമ വാസിത്തത്തിന്റെ, ജഹർ ഇസ്റാറിന്റെ ഇടയിൽ ഒരു വാസിത്ത ഉണ്ട് എന്ന് വാദിക്കണം. അപ്പൊ ഇങ്ങനെ അവന്റെ നഫ്സ് കേൾക്കുന്നതിനേക്കാൾ ഉയർത്തുക. ഏതുവരെ? ഇലാ ഹദ്ദിൻ ലാ യസ്മഉഹു ഗൈറുഹു, മറ്റൊരാൾ കേൾക്കുകയില്ല, അത്രയും ഉറക്കെ. ഇലാ ഹദ്ദിൻ, ഒരു ഹദ് വരെ, ലാ യസ്മഉഹു ഖിറാഅത്ത് കേൾക്കൂല, ഗൈറ് കേൾക്കൂല, അത്രയും. അപ്പൊ സ്വന്തം കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അല്പം ഉറക്കെ ആയിട്ട് ഒറ്റ അതേ രീതിയിൽ ഓതുക. എങ്ങനെ? ഇനി ഫറോൻ തുസന്നു സക്തത്തു യസീറത്ത്, ചെറിയൊരു സക്തത്ത് സുന്നത്തുണ്ട്. ചെറിയ സക്തത്ത് എന്ന് പറഞ്ഞാൽ ലുബിത്തത്ത് ബി ഖദ്രി സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അളവാ. ബൈന തഹറുമി വദുആഇൽ ഇഫ്തിതാഹി, രണ്ടിന്റെ ഇടയിൽ, ബൈനഹു ബൈന തഅഊദി, ഇഫ്തിതാഹ് കഴിഞ്ഞിട്ട് അഊദിന്റെ മുമ്പായിട്ട്, ബൈനഹു അഊദ് കഴിഞ്ഞിട്ട് ബൈനൽ ബസ്മലത്തി, ബിസ്മിന്റെ മുമ്പ്. പിന്നെ ബിസ്മിന്റെയും ഹംദിന്റെ ഇടയിലില്ല. പിന്നെ ബൈന ആഖിരിൽ ഫാത്തിഹത്തി ആമീന, വലല്ലാലിയും കഴിഞ്ഞിട്ട് ആമീന്റെ ഇടയിൽ, ബൈന ആമീന വസൂറത്തി, ആമീൻ കഴിഞ്ഞിട്ട് സൂറത്തിന്റെ മുമ്പായിട്ട് ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ. അതപ്പോ ഇൻ ഖറഅഹ, സൂറത്ത് ഓതുന്നെങ്കിൽ. പിന്നെ ബൈന ആഖിരിഹ വതക്ബീരി റുകൂഇ, ഇനി ആ സൂറത്തിന്റെ ഫാത്തിഹന്റെ അവസാന, പിന്നെ ഇൻ ഖറഅഹ ഓതുന്നെങ്കിൽ, ഇനി ബൈന ആഖിരി, ആ സൂറത്ത് ഓതി തീർന്നതിന്റെയും തക്ബീർ റുക്കൂഴിന്റെ തക്ബീറിന്റെ ഇടയിൽ, സൂറത്ത് കഴിഞ്ഞിട്ട് റുക്കൂഴിന്റെ മുമ്പായിട്ട് ഒരു സക്തത്തുൽ ലത്തീഫ. ഫൈലം യഖറ സൂറത്തിന്, അപ്പോൾ സൂറത്ത് ഓതുന്നില്ലെങ്കിലോ ബൈന ആമീന വർ റുക്കൂഴി, ആമീനിന്റെ റുക്കൂഴിന്റെ ഇടയിൽ.
ഇനി യുസന്നുലിൽ ഇമാമി യസ്കുത്തഫിൽ ജഹരിയത്ത്, ഇമാമിന് സുന്നത്താണ് ജഹരിയത്തിൽ സുക്കൂത്ത്, മൗനം പാലിക്കണം. ബി ഖദ്രി ഖിറാഅത്തിൽ മൗമൂമിൽ ഫാത്തിഹത്ത, മൗമൂമിന് ഫാത്തിഹ ഓതുന്ന സമയം മൗനം പാലിക്കണം. ഇപ്പൊ ഇമാമിങ്ങൾ അത്രയൊന്നും പാലിക്കൂല എന്ന് തോന്നുന്നു, ഒരു കുറച്ചൊന്ന്. അതൊക്കെ അവഗണിക്കപ്പെടുന്ന കാര്യം, അങ്ങനെ പറ്റൂലല്ലോ. ബി ഖദ്രി ഖിറാഅത്തിൽ മൗമൂമിൽ ഫാത്തിഹത്ത ഇൻ അലിമ അന്നഹു യഖറഉഹാ ഫീ സക്തത്തിഹി. ഈ ഇമാം അറിഞ്ഞാൽ അന്നഹു മൗമൂമ് യഖറഉഹാ സൂറത്തോതും, ഇമാം അറിഞ്ഞ് ഇമാമിന് ധാരണയുണ്ട് ആ മൗമൂമ് സൂറത്തോതുന്ന ഫീ സക്തത്തിഹി, ഇമാമ് മൗനം പാലിക്കുമ്പോഴാണെന്ന് അറിഞ്ഞാൽ അപ്പം നിന്ന് കൊടുക്കണം. ഗമാഹു ലാഹിറു ഐ യസ്തഖില ഫീ ഹാദി സക്തത്തി, ആ സക്തത്തിൽ ഇമാം എന്ത് ചെയ്യണം? ഇമാമ് ഷുഗലാകലും സുന്നത്താണ്. ബി ദുആഇൻ, ഒന്നീ ദ്വാരക്ക, ഓ ഖിറാഅത്തിൻ, അല്ലെ ഖുർആൻ ഓതുക. വഹി ആവൂല, ആ സമയത്ത് ഖുർആൻ ഓതല നല്ലത്. വഹീനൈൻ, ഖുർആൻ ഓതുമ്പോ എന്ത് ചെയ്യണം? അങ്ങനെ ഖുർആൻ ഓതുമ്പോ ഫയദ്ഹറു അന്നഹു യുറാഇ തർത്തീബ, തർത്തീബ് പരിഗണിക്കണം. വൽ മുവാലാത്ത ബൈനഹ, മുവാലാത്തും പരിഗണിക്കണം. ബൈനഹ, ഈ എന്ത് ഖിറാഅത്തിന്റെ യും ബൈനമാ യഖറഉഹു ബഅദഹ, അതിന്റെ ശേഷം ഉറക്കം ഓതുമല്ലോ, മൗമൂമിങ്ങളും കൂടെ കേൾക്കുക, ഉറക്കം ഓതുമല്ലോ, അതിന്റെയും ഇടയില്. അപ്പോ സൂറത്തുൽ കാഫിറൂനെയാണ് ഇവിടെ ഓതുന്നെങ്കിൽ അതിന് മുമ്പുള്ള 1-2 സൂറത്ത് ആ സക്തത്തിൽ ഓതുക. അങ്ങനെ. പിന്നെ രണ്ടാമത്തേലോ ഉൽഹുവല്ലാഹു അഹദ ഓതുന്നെങ്കിൽ അതിന്റെ ഇടക്കെന്ത് ചെയ്യുക? രണ്ടാമത്തെ റക്അത്തിൽ ഈ മൗനം പാലിക്കുമ്പോൾ ഇദാ ജാഅ തബ്ബത്ത് ഓതുക, എന്നിട്ട് എന്താണ് ഇഖ്ലാസ് ഓതുക. അങ്ങനെ പോകാതെ അലാ തർത്തീബിൽ. പിന്നെ വബൈനമായ ബഅദഹ ലിഅന്ന സുന്നത്തൽ ഖിറാഅത്ത് അലാ തർത്തീബിൽ മുസാഫി വ മുവാലാത്തിഹി, ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും എന്താണ് മുസാഫിന്റെ തർത്തീബും മുവാലാത്തും പരിഗണിക്കുക സുന്നത്ത്. അപ്പോ ആയത്തുകൾ എന്താണ് തലകീഴെ കുത്തനെയാക്കുക എന്നുള്ള ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫാത്തിഹ തിരിച്ച് അവസാനത്തിന് അങ്ങോട്ട് ഓതുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞിട്ട് മാലിക് യൗമിദ്ദീൻ ഓതുക, പിന്നെ റഹ്മാൻ റഹീം ഓതുക. ഇത് ഹറാമാണെന്നാ. അപ്പൊ അതും ഇതും എങ്ങനെ വ്യത്യാസം? ഇവിടെ തർത്തീബിന് എതിരായാലും കുഴപ്പമില്ല എന്നല്ലേ ഒന്ന്, ജായിസാവും, സുന്നത്തേ ഉള്ളൂ, എന്ത് ഹറാമില്ല. ഫാറക്ക ഹിർമത്ത തങ്കീസിലായി ബി അന്നഹു മാ കൗനി തർത്തീബിഹ കമാ ഹിയ അലൈഹി മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഫാഖൻ. പിന്നെ ബി അന്നഹു മാ കൗനി തർത്തീബിഹ, എന്തുകൊണ്ട് ഫർക്കായി? ആ തർത്തീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിൽ പെട്ടതായിരുന്നു എന്നതോടുകൂടെ കൗനി തർത്തീബിഹ തർത്തീബായിരുന്നു കമാഹിയ അലൈഹി. ആ പിന്നെ ആയത്തുകൾ ഏതൊരു തർത്തീബിന്റെ മേലാണോ അതുപോലെ തർത്തീബാക്കുക. കമാഹിയ എന്ന് പറഞ്ഞാൽ ആയത്ത്, അലൈഹി ആ തർത്തീബിലേക്ക്, ഏത് തർത്തീബിന്റെ മേലാണ്, അല്ല മായിലേക്ക്, ഹിയ ആ ആയത്തുകൾ അലൈഹി ഏതൊരു അവസ്ഥയിലാണോ ഹൈഅത്തിലാണോ ഏതൊരു രൂപത്തിലാണോ അതുപോലെ തർത്തീബാക്കുക എന്നുള്ളത് ആണെന്നതോടുകൂടെ മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിൽ പെട്ടതാണ് ഇത്തിഫാഖൻ എന്നതോടുകൂടെ തന്നെ ബി അന്നഹു യുസീലു ബഅദ അൻവാഇൽ ഇജാസി ഉണ്ടോ. ആ തങ്കീസ് ബി അന്നഹു എന്ന് പറഞ്ഞാൽ തങ്കീസ് എന്താവും? ആ ഇജാസിന്റെ ചില ഇനങ്ങളെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ അതുകൊണ്ടാണ് അത് ഹറാമായത്. അതിനും പുറമെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിന് എതിരുമാണ്. ബി ഖിലാഫി ഫി സൂവരി, സൂറത്തിൽ അങ്ങനെയല്ല. സൂറത്ത് ഇജാസ് നഷ്ടപ്പെടൂല. താഴേന്ന് മുകളിലോട്ട് സൂറത്ത് ചിലപ്പോൾ ഓതിയിട്ടുമുണ്ട്. വനക്കലൽ ബാക്കില്ലാനിയു റഹിമഹുല്ലാഹി ഇജ്മാ, അബൂബക്കർ ബാക്കില്ലാനി റഹിമഹുല്ലാഹി നഖലി ഇജ്മാഅൻ അലാ ഹിർമത്തി ഖിറാഅത്തി ആയത്തിൻ മിൻകുല്ലി സൂറത്ത്. ഓരോ സൂറത്തുനിന്ന് ഓരോ ആയത്ത് ഓതിയാലോ അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലാക്കിൻ അതായത് തങ്കീസ് ഇല്ലാതെ തർത്തീബിൽ തന്നെ വരുന്നത് ശേഷമുള്ളത്. ലാക്കിൻ ഖൗലിൽ ഹലീമി ലാഹിറു ഖൗലിൽ ഹലീമി, ഇമാം ഹലീമിന്റെ ഖൗലിന്റെ ലാഹിർ എന്താണ്? ഖൽത്തു സൂറത്തിൻ ബി സൂറത്തിൻ ഖിലാഫുൽ അദബി, ഒരു സൂറത്തിന്റെ ഒരു ആയത്ത് മറ്റൊരു സൂറത്തിന്റെ ആയത്തുമായി കൂട്ടിക്കലർത്തുക, അത് ഖിലാഫുൽ അദബാണെന്നേ ഉള്ളൂ. തങ്കീസ് ആവുമ്പോഴേ ഹറാമാവുള്ളൂ. വൽ ബൈഹഖി, ഇമാം ബൈഹഖിന്റെ ഖൗലിന്റെ ലാഹിർ അൽ ഔലാ ബിൽ ഖാരിഇന് നല്ലത് യഖറഅ അല തഅലീഫിൽ മൻഖൂലി, ആ മൻഖൂലിന്റെ തഅലീഫ്, മൻഖൂലായ തഅലീഫ് ഉണ്ടല്ലോ, അക്രമ തർത്തീബ്, അങ്ങനെ ഓതലാണ് എന്ന് ഇവര് ഔലാന്നും പറഞ്ഞു. മറ്റവരെന്താണ്
ഖിലാഫുൽ അദബ് എന്നും പറഞ്ഞാൽ ലാഹിറാകുന്നത് യറുദ്ദുഹു ഇമാം ബാഖില്ലാനി പറഞ്ഞതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. മിമ്മൻ സറഹ ബി കറാഹത്തിഹി, ഇത് കറാഹത്താണെന്ന് സരീഹാക്കിയവരാണ് അബൂ ഉബൈദിൻ വബി ഹിർമത്തിഹി ഇബ്നു സിരീൻ. എന്ത് കറാഹത്താണെന്ന് പറഞ്ഞു? ഈ ഖൽത്ത് കറാഹത്താണ് എന്ന് പറഞ്ഞ ഒരു പിന്നെ അപ്പൊ ഇത് കറാഹത്താണ് എന്ന് പറഞ്ഞവര് ആണ് ഇമാം അബൂ ഉബൈദ്, ഹറാമാണെന്ന് പറഞ്ഞവരാണ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ്. ഈ ഖൽത്ത് അപ്പൊ അതിൽ ഖിലാഫുണ്ടെന്ന് അർത്ഥം. റാജിഹ് കറാഹത്താണ്. വലോ തആറള തർത്തീബു വതത്വീലുൽ ഊല. അപ്പോ ഇനി തആറുളായി എന്ത് തർത്തീബും തത്വീലുൽ ഊല ഒന്നാമത്തേനെ നീട്ടലും എന്താണ് എതിരായി. കാൻ ഖറാൽ ഇഖ്ലാസ, ഒന്നാമത്തേൽ ഇഖ്ലാസ് ഓതിപ്പോയി. ഫഹൽ യഖറഉൽ ഫലഖ നളറൻ ലിതർതീബി, അപ്പൊ ശേഷം എന്താണ് സൂറത്തുൽ ഫലഖ് ഓതേ തർത്തീബ് നോക്കിയിട്ട്. അവിൽ കൗസർ അല്ലായ്മേനെക്കാട്ട് ചെറുതോതണമെങ്കിൽ സൂറത്തുൽ കൗസറാണ്, അത് തർത്തീബ് കിട്ടൂലല്ലോ, മുകളിലേക്കല്ലേ. നളറൻ ലി തത്വീലുൽ ഊല, ഒന്നാമത്തേനെ തത്വീലാക്കാൻ വേണ്ടി. കുല്ലും മുഹ്തമലും, രണ്ടും മുഹ്തമിലാണ്. കുല്ലും മുഹ്തമിലും വല്ലപോലും അഖറബു, അപ്പൊ ഫലഖ് ഓതണം. ഫലഖ് ഓതുമ്പോ പിന്നെ രണ്ടാമത്തെ ചെറുതാക്കാൻ എന്താക്കുക, അതിന്റെ ബയലിൽ നിർത്തുകയെന്നാ ചിലവർ പറഞ്ഞ്. സൂറത്തുൽ ഫലഖ് പൂർണ്ണമായി ഓതണ്ട. വക്കദാ യുസന്നുലി മൗമൂമിൻ, ഇങ്ങനെ തന്നെ മൗമൂമിന് സുന്നത്താണ്. ഫറഗ മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്ന് ഫാരിഗായി ഓതിത്തീർന്നു. ഫിസാലിസത്തി വറാബിയത്തി, അയാളെ മൂന്നാമത്തെ നാലാമത്തെ റക്അത്തിൽ ഇമാമിന്റെ മുമ്പ് ഓതിത്തീർന്നു. മസ്ബൂഖല്ല, മുവാഫിഖ് തന്നെ. ഔമിന തശഹുദിൽ അവ്വലി ഖബ്ലൽ ഇമാമി ഉണ്ടോ, അല്ലെങ്കിൽ ഒന്നാമത്തെ തഹിയാത്തും അതിന്റെ ശേഷമുള്ള സലാത്തും, അത് കഴിഞ്ഞിട്ട് ഇമാമിന്റെ മുമ്പ് തന്നെ ഫാരിഗായി. ഐ യസ്തഖില ബി ദുആഇൻ, ദുആ കൊണ്ട് ശുഗലാക. ഫീഹിമ, ഈ രണ്ട് സ്ഥലത്തും ദുആ കൊണ്ട് ശുഗലാകല് സുന്നത്താണ് മൗമൂമിന്. ദുആ എന്നല്ല, ഔ ഖിറാഅത്തിൻ ബിൽ ഊല, അല്ലെങ്കിൽ സൂറത്ത് ഓതുക, മൂന്നാമത്തെ നാലാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതുക. അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതാൻ പറ്റുമല്ലോ, ഖിറാഅത്ത് വരും, അവിടെ ദ്വാരിക്കുക. വഹിയ ഔല, ഖിറാഅത്താണ് ഔല എന്ന് പറഞ്ഞു. പിന്നെ വലൗലം യസ്മഅ ഖിറാഅത്തൽ ഇമാമി, അപ്പൊ അവിടെ ആലിന്റെ മേൽ സലാത്ത് എല്ലാം പറ്റുമെന്നുള്ള ഒക്കെ ഖിലാഫൊക്കെ അവിടെ ഷർവാനി പറയുന്നുണ്ട്. ഇനി വലൗലം യസ്മഅ ഖിറാഅത്തൽ ഇമാമി, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിലോ സുന്നലഹു വകദാഫി ഊലൈ സിർരിയത്തി, സിർരിയായ നിസ്കാരത്തിന്റെ ഒന്നും രണ്ടും റക്അത്തുകളിലും സുന്നത്താണ് യസ്കുത്ത സാക്കിത്ത ബിഖദരി ഖിറാഅത്തിൽ ഇമാമിൽ ഫാത്തിഹത, ഫാത്തിഹ ഓതുന്ന സമയം മിണ്ടാതിരിക്കല് മൗമൂമിന് സുന്നത്താ. അതെപ്പോ ഇന്നെ ഇദ്റാക്കഹ ഖബ്ല റുക്കൂഇഹി, അപ്പൊ ഈ സിർരിയത്തില് അങ്ങനെ നിന്നുപോയാല് ചിലപ്പോ ഇമാമ് ഫാത്തിഹ ഓതി എപ്പോ അങ്ങ് പോയിപ്പോയാലോ, റുക്കൂഇന്റെ മുമ്പ് ഫാത്തിഹ ഓതാൻ കഴിഞ്ഞില്ലെങ്കിലോ. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇമാമ് ഫാത്തിഹ ഓതുന്ന അത്രയും സമയം സാക്കിത്തായാലും സുന്നത്താണെന്ന് അർത്ഥം. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിലും അങ്ങനെ തന്നെ. വഹീനൈദിൻ യസ്തഖിലു ബിദ്ദുആഇ ലാ ഗൈറു, അപ്പൊ ആ സമയത്ത് എന്താണ് ഖിറാഅത്ത് കൊണ്ട് ശുലാകാൻ പറ്റൂല, കാരണം ഫാത്തിഹന്റെ മുമ്പല്ലേ. ലിഖറാഅത്തി തഖ്ദീമി സൂറത്തി അലൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ മുമ്പ് സൂറത്ത് ഓതൽ ഖിറാഅത്താണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ദ്വാരിക്കുക, അതേ പറ്റുള്ളൂ. ഇത് ഊലയ സിരിയത്തിലുണ്ട്, ദുർവസറിലൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്ന് തന്നെ ഇദ്റാക്കഹ ഖബ്ല റുക്കൂഇഹീന. പിന്നെ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നില്ലെങ്കിൽ അത് കേട്ടിക്കണമെന്നല്ലേ. ഖാല ഫിൽ മജ്മൂഇ വയുസന്നു, സുന്നത്താണ് വസ്ലുൽ ബസ്മലത്തി ബിൽ ഹംദലത്തി ലിൽ ഇമാമി ഗൈരിഹി, ഇമാമായാലും അല്ലെങ്കിലും ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു അർറഹീമിൽ ഹംദു എന്നിങ്ങനെ വസ്ല് കൂട്ടി ഓതൽ സുന്നത്താണെന്ന് മജ്മൂഇൽ പറഞ്ഞു. അല്ലാ യഖിഫ അല അന്നംദ അലൈഹിം, അന്നംദ അലൈഹിം എന്നുള്ളിടത്ത് വഖഫ് ചെയ്യാതിരിക്കലും. കാരണം എന്താ, അന്നഹു ലൈസ ബി വഖഫിൻ, അത് വഖഫല്ല. വല മുന്തഹ ആയത്തിന്, അത് ആയത്ത് തീരുന്ന സ്ഥലമല്ല. ആയത്തിന്റെ ഇടയിൽ വഖഫ് ഉണ്ടാവില്ല, അങ്ങനെ വഖഫല്ല, ആയത്ത് തീരുന്ന സ്ഥലമല്ല. എന്തായാലും നമ്മളെ മദ്ഹബ് അനുസരിച്ച്, അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യാതിരിക്കൽ സുന്നത്തെന്ന് പറഞ്ഞു. എന്താ ഫൈൻ വഖഫ അലാ ഹാദ, മജ്മൂഇൽ പറഞ്ഞ അത്ര കഴിഞ്ഞു. അപ്പൊ അവിടെ വഖഫ് ചെയ്താലോ ലം തുസന്ന ലഹുൽ ഇആദത്തു മിൻ അവ്വലിൽ ആയത്തി,
ആയത്തിന്റെ തുടക്കം മുതൽ മടക്കൽ സുന്നത്തില്ല. ലം തുസന്നു ലഹുൽ ഇആദത്തു മിൻ അവ്വലിൽ ആയത്തിന്റെ തുടക്കം, അതായത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ആ സിറാത്തല്ലദീന മുതൽ വീണ്ടും മടക്കി ഓതണ്ട, ആ സുന്നത്തില്ല. അതാ ഖിലാഫ് പരിഗണിച്ചിട്ടാണ്. വമാ ദക്കറഹു ബിൽ അവ്വലി അജീബ്, ഏത് അത് വലിയ അത്ഭുതമായി പോയി. അതായത് വസ്ലി ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, റഹീമിൽ ഹംദു എന്ന് പറയണമെന്ന് പറഞ്ഞത് അത് അത്ഭുതമാണ്. കാരണം എന്താ, ഫഖസ്സർ സഹിയായി വന്നിട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തഉ ഖിറാഅതഹു ആയത്തൻ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഓരോ ആയത്തായത്ത് നിർത്തിയാ ഓതുകയാണ് എന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല യഖൂല, ഹദീസിന്റെ വിശദീകരണം എങ്ങനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുമ്മ യഖിഫു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുമ്മ യഖിഫു, അർറഹ്മാനിർ റഹീം സുമ്മ യഖിഫു. അവിടെ ബിസ്മി കഴിഞ്ഞിട്ട് വഖഫ് എന്ന സരിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ പറയാ, സരിയായ ഹദീസിൽ അങ്ങനെ വന്ന സ്ഥിതിക്ക് അല്ലേ, അതും ഇപ്പൊ ഇമാമിങ്ങളൊന്നും പരിഗണിക്കില്ല, ഒറ്റ ഓതല വസൽ ചെയ്തിട്ട്. ഇത് റുഊസുല്ലാഹിൽ നിർത്തൽ സുന്നത്തല്ലേ. ومن ثم قال البيهقي والحليمي وغيرهما يسن الوقف على رؤوس الله وإن تعلقت بما بعدها. ഇത് നിസ്കാരത്തിലെ ഫാത്തിഹയ്ക്ക് മാത്രം, പിന്നെ അതതിന്റെ ശേഷമുള്ളതുമായി ബന്ധിച്ചതാണെങ്കിലും അങ്ങനെ നിർത്തണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം ബൈഹഖിയും ഹലീമിയും ഒയറും പറഞ്ഞിട്ടുണ്ട്. ലില്ലിത്തിബാഴി, പിന്നെ അവിടെ ഈ വസല് നല്ലതാണെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ വസല് ചെയ്തതായും എന്താണ് ഹദീസും ഉണ്ട്. അപ്പൊ അത് നിസ്കാരത്തിന്റെ പുറത്താണ് എന്നാണ് അതിനെ ഹംല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത്ര അങ്ങനെ വസൽ ചെയ്യാം. പിന്നെ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇങ്ങനെ ഒരായത്ത് നിസ്കാരത്തിന് പുറത്താവുമ്പോൾ. ഇനി അൽ ഖാമിസ് റുകൂന, അഞ്ചാമത്തെ റുക്കിന് റുക്കൂ ആണ്. വആഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദി وآله وصحبه أجمعين والحمد لله رب العالمين.